ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു പാലട മിക്സാണ്. ഇതിൻ്റെ ഒരു പാലട തയ്യാറാക്കാൻ പോകുന്നു. ഒരു 30 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാം. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 3 സ്പൂൺ ഇടാം നമുക്ക്. പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാലൊഴിച്ച് കൊടുക്കാം. പാല് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്ത് ഞാനിതിനാവശ്യമായിട്ട് 1 കവർ പാല് തിളപ്പിച്ച് ഒരു പാലൊഴിച്ചത്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അടയിട്ട് കൊടുക്കാം. നമുക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കുന്നു. ഇത് നല്ലോണം തിളച്ച് ഇനി നമുക്ക് വേണ്ടത് ഇത് അട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അടയൊന്ന് വേഗം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇത് നമ്മളിനി ഇളക്കി കൊടുക്കൊണ്ടേയിരിക്കും. ഇത് കുറുകുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അധികം താമസമില്ല. ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി വേണമെങ്കിൽ ഇച്ചിരി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഏലക്ക ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ നമ്മൾ ഇനി ഓണത്തിനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. പാടില്ല. കുറുകിയൊക്കെ വരുന്നുണ്ട്. ഇനി അധികം ഒന്നും ചേർക്കാനില്ല. എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർക്കാം.
നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് മതി. ഇത് വലിയ ചേരുവയൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. അങ്ങനെ ഒരു പാത്രത്തിലോട്ടൊക്കെ നമ്മൾ ഒഴിച്ചു വെച്ചു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാം പെട്ടെന്ന് എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വലിയ പാടൊന്നുമില്ല. ആദ്യം ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വലിയ ചേരുവയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ ഇതിനകത്ത് അധികം ചേരുവയൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഒരു 30 മിനിറ്റ് മതി തയ്യാറാക്കാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് പെട്ടെന്ന് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം.